ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യം ഇതൊന്ന് അറിഞ്ഞു വെച്ചോളൂ. ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ട് അതിൻ്റെ മെട്രിക്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് ചെയ്യാൻ. പക്ഷേ ജനറലായിട്ടൊരു ആർബിട്രറി ബേസിസ് തന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ടുള്ള മെട്രിക്സ്, ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് വെച്ച് എഴുതാമെന്നാണല്ലോ. അപ്പോൾ മെട്രിക്സ് എഴുതാൻ എന്താണ് സ്റ്റെപ്പുകളെന്ന് അറിഞ്ഞു വെച്ചോ. കാരണം ഇതായിട്ട് ക്വസ്റ്റ്യൻ വരാം, ഇത് മാത്രമായിട്ട്. അപ്പോൾ നമുക്കൊരു ബേസിസ് തന്നിട്ടുണ്ട്, ഇത് ആൽഫ 1 ആൽഫ 2 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത്, ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ടാവും, ടി എന്ന് പറഞ്ഞൊരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആൽഫ 1 ആൽഫ 2ൻ്റെ ഇമേജ് കാണാമല്ലോ. ആൽഫ 1 ആൽഫ 2 ടിയിലിട്ട് കൊടുത്തിട്ട് അത് കണ്ടുവയ്ക്കുക. ടി ഓഫ് ആൽഫ 1 ടി ഓഫ് ആൽഫ 2 കണ്ടുവയ്ക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ടി ഓഫ് ആൽഫ 1 ടി ഓഫ് ആൽഫ 2 നിങ്ങൾക്ക് പുതിയ 2 വെക്ടറായിട്ടാവും കിട്ടിയിട്ടുണ്ടാവുക. അതിന് ആൽഫ 1ൻ്റെ ആൽഫ 2ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം ടി ഓഫ് ആൽഫ 1 എടുക്കാം. അപ്പോൾ ഞാൻ ടി ഓഫ് ആൽഫ 1 ആൻഡ് ടി ഓഫ് ആൽഫ 2 ആസ് എ ലീനിയർ കോമ്പിനേഷൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇത് തൽക്കാലം ആലോചിക്കേണ്ട, ഇതോട്ട് ബ്രാക്കറ്റിലേക്കട്ടെ. ആദ്യം ടി ഓഫ് ആൽഫ 1നെ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആൽഫ 1 ആൽഫ 2 എഴുതാം. അപ്പോൾ നിങ്ങളോട് 2 3 തന്നിട്ടേ അതിനെ 1 0ൻ്റെ 0 1ൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? 2 × 1 0 പ്ലസ് 3 × 0 1. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ടി ഓഫ് ആൽഫ 1 എന്ന് പറഞ്ഞൊരു വെക്ടർ കിട്ടിയിട്ടുണ്ടാവും. അതിന് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആൽഫ 1 ആൽഫ 2 ബേസിസ് എലമെൻ്റ് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുക. ടി ഓഫ് ആൽഫ 1 എന്ന് പറഞ്ഞിട്ട് സം എ ആൽഫ 1 പ്ലസ് ബി ആൽഫ 2 കിട്ടിയെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതേണ്ട മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം കിട്ടും എ ബി. അതായത് ടി ഓഫ് ആൽഫ 1ൻ്റെ കോർഡിനേറ്റ്സ് ആയിരിക്കും ഫസ്റ്റ് കോളം. ഇനി അതുപോലെ ടി ഓഫ് ആൽഫ 2 ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണേ. അടുത്ത ടി ഓഫ് ആൽഫ 2 എടുക്കുക, ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആൽഫ 1 ആൽഫ 2 ആയിട്ട് എഴുതുമ്പോൾ സിയും ഡിയും ആണ് വന്നെന്ന് എഴുതാം. ഇത് സെക്കൻഡ് കോളം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ആദ്യം ടി ഓഫ് ആൽഫ 1 ടി ഓഫ് ആൽഫ 2 കാണുക, പിന്നെ ആ രണ്ടെണ്ണത്തിന് സെപ്പറേറ്റ്ലി ലീനിയർ കോമ്പിനേഷൻ ഓഫ് ആൽഫ 1 ആൽഫ 2 ആയിട്ട് ഇതുപോലെ എഴുതുക. എന്നിട്ട് മെട്രിക്സ് എഴുതാം. കോർഡിനേറ്റ്സ് ഓഫ് ടി ഓഫ് ആൽഫ 1, അതായത് കോഷ്യൻസ് തന്നെ എയും ബിയും ഫസ്റ്റ് കോളം തരും. കോർഡിനേറ്റ്സ് ഓഫ് ടി ഓഫ് ആൽഫ 2 സെക്കൻഡ് കോളം തരും. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് മെട്രിക്സ് വരിക? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് കോളം എ ബി, സെക്കൻഡ് കോളം സി ഡി, 3 സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കാൻ ശീലിക്കുക. ഇനി ഈ ലീനിയർ കോമ്പിനേഷനായിട്ട് എങ്ങനെ എഴുതാന്നുള്ളത് ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ എടുത്ത് ചെയ്ത് നോക്ക്. ഓക്കെ, ആദ്യം ഇതാണ് പറയാനുള്ളത്, എന്നിട്ടേ പ്രോബ്ലം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇനി ആൻസറിലേക്ക് പോവാം. നമ്മളോട് ക്ലെയിം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ, ഈ ഒരു മെട്രിക്സ് ഇ റേസ് ടു ഐ തീറ്റ 0 0 ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ആ മെട്രിക്സിനോട് സിമിലർ ആണെന്ന് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തിയറം 14 പഠിച്ചിട്ടുണ്ട്. ആ തിയറം 14 പ്രകാരം തിയറം 14 ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ദർ ഇസ് ആൻ ഇൻവേർട്ടിബിൾ മെട്രിക്സ് പി സച്ച് ദാറ്റ് ടി ബി ഡാഷ് ഈക്വൽ ടു പി ഇൻവേഴ്സ് ടി ബി പി. ഓക്കെ, ഇങ്ങനെ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തിയറം പ്രകാരം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് കൊണ്ട് അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ കൺവേർഷൻ നടക്കുന്നുണ്ടെങ്കിൽ, ടി ബിനെ ടി ബി ഡാഷ് ആക്കി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതും സിമിലർ ആണെന്നാണ്. ഈ തിയറത്തിന് നമുക്ക് ഈ രീതിയിലും പറയാം, ടി ബി ഡാഷും ടി ബിയും സിമിലർ ആണെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? തന്നിട്ടുള്ള ഈ മെട്രിക്സ് ഉണ്ടല്ലോ, കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ടി ബി ആണെന്നും മറ്റേത് ടി ബി ഡാഷ് ആണെന്നും കാണിച്ചാൽ മതി. ഇനി സൊല്യൂഷനിലേക്ക് പോവാം. ബി ആയിട്ട് ഫസ്റ്റ് ബേസ് ആയിട്ട് 1 0 0 നമ്മുടെ സ്റ്റാൻഡേർഡ് ബേസിസ് എടുക്കുന്നത് 1 0 0 1. അപ്പോൾ ആദ്യം ട്രാൻസ്ഫോർമേഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. 1 0 0 1 ബേസിസ് ആയിട്ട്, അപ്പോൾ അതിൻ്റെ മെട്രിക്സ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, ബി ഇതാണെന്ന് ടി ബി ഇതാണെന്ന് എടുത്തു. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ മെട്രിക്സ് എഴുതാം? ട്രാൻസ്ഫോർമേഷൻ എഴുതാം. നമുക്ക് മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ എളുപ്പമാണ്. ഏതാണോ മെട്രിക്സ് ഇൻറ്റു എക്സ് വൈ, അത്രയേ ഉള്ളൂ. ഓക്കെ, സ്റ്റാൻഡേർഡ് ബേസിസും കൂടെ ആണെങ്കിൽ എളുപ്പമാണ്. ഓക്കെ, അത് എങ്ങനെ കണ്ടുപിടിച്ചതെന്നും കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ബി ഇതായിട്ടും ടി ഓഫ് ബി, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് ഇതാണെന്നും നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ ഒന്ന് അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതാം. എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ വരിക, മെട്രിക്സ് വെച്ചുള്ള ട്രാൻസ്ഫോർമേഷൻ. ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മെട്രിക്സ് ഇൻറ്റു ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാലും ട്രാൻസ്ഫോർമേഷൻ്റെ അതേ ഫോമാറ്റ് വരുന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് മെട്രിക്സ്. ശരി, എന്തുകൊണ്ടെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഓഫ് എക്സ് വൈൻ്റെ ഇമേജ് എന്തായിരിക്കും എന്നുള്ളത്, ഒരു ആർബിട്രറി എക്സ് വൈ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇമേജ് എന്താണെന്നുള്ളതല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ടി ഓഫ് എക്സ് വൈ കാണാൻ വേണ്ടിയിട്ട് ആ എക്സ് വൈ എന്നൊരു ആർബിട്രറി എലമെൻ്റ് എടുത്തു എന്ന് എഴുതാം.
എക്സ് വൈ എന്ന് പറഞ്ഞാൽ ആർബിട്രറി എലമെൻറ്റ് ബേസിസ് എലമെൻറ്റ് വെച്ചിട്ട് എഴുതാം. എക്സ് ഇൻറ്റു 1 0 പ്ലസ് വൈ ഇൻറ്റു 0 1 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുക, ടി ഓഫ് എക്സ് വൈ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഓഫ് എക്സ് ഇൻറ്റു 1 0 പ്ലസ് ടി ഓഫ് വൈ ഇൻറ്റു 0 1 അല്ലേ. എക്സും കോൺസ്റ്റൻ്റ് ആണ്, വൈയും കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. എക്സ് ഇൻറ്റു ടി ഓഫ് 1 0 വൈ ഇൻറ്റു ടി ഓഫ് 0 1 അങ്ങനെയല്ലേ വരിക. അപ്പോൾ നമുക്കിത് കാണാൻ വേണ്ടി ടി ഓഫ് 1 0 ടി ഓഫ് 0 1 കിട്ടിയാൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ടി ഓഫ് 1 0 ടി ഓഫ് 0 1 എഴുതി വയ്ക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ടി ഓഫ് 1 0 അങ്ങനെ വന്നതെന്നുള്ളത്. നമുക്ക് സ്റ്റാൻഡേർഡ് ബേസിസ് തന്നിട്ട് മെട്രിക്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഒരു ബേസിസ് തന്നിട്ട് മെട്രിക്സ് എഴുതാനുള്ള വഴി ഞാൻ ആദ്യമേ പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ സ്റ്റാൻഡേർഡ് ബേസിസ് തന്നിട്ട് മെട്രിക്സ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. ജസ്റ്റ് ടി ഓഫ് 1 0 കാണുക, ഫസ്റ്റത്തെ കോളം കിട്ടും, ഡയറക്റ്റ് ആണത്. ടി ഓഫ് 0 1 കാണുക, സെക്കൻഡത്തെ കോളം കിട്ടും. സ്റ്റാൻഡേർഡ് ബേസിസിന് മാത്രമേ ഈ പണി നടക്കുള്ളൂ കേട്ടോ. കാരണമുണ്ട്, ഞാൻ അവിടെ പറഞ്ഞിരുന്ന ഫസ്റ്റ് പറഞ്ഞ മെത്തേഡ് ഇതായിരുന്നു. ടി ഓഫ് 1 0 കാണുക, എന്നിട്ട് ആ കിട്ടിയതിന് ബേസിസ് എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും നോക്കാം. ഓക്കെ, അതായത് കോസ് തീറ്റ ഇൻറ്റു 1 0 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 0 1 അല്ലേ, ഇതല്ലേ. അപ്പോൾ ഫസ്റ്റ് കോളായിട്ട് വരിക കോർഡിനേറ്റ്സ്. അതേപോലെ തന്നെ ടി ഓഫ് 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ആണെന്ന് പെട്ടെന്ന് പറയാൻ കാരണം മൈനസ് സൈൻ തീറ്റ 1 0 പ്ലസ് കോസ് തീറ്റ 0 1. സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ മെട്രിക്സ് എഴുതാൻ എളുപ്പമാണ്. ടി ഓഫ് 1 0ൻ്റെ ഇമേജ് ഫസ്റ്റ് കോളവും ടി ഓഫ് 0 1ൻ്റെ ഇമേജ് സെക്കൻഡ് കോളവും ആയിരിക്കും. അപ്പോൾ നമുക്ക് ടി ഓഫ് 1 0ൻ്റെയും ടി ഓഫ് 0 1ൻ്റെയും ഇമേജുകൾ ഈ മെട്രിക്സ് വെച്ചിട്ട് തന്നെ പറയാൻ പറ്റും. ഇതായിരിക്കും ടി ഓഫ് 1 0ൻ്റെ ഇമേജ്, ഇതായിരിക്കും ടി ഓഫ് 0 1ൻ്റെ ഇമേജ്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി ഓഫ് എക്സ് വൈ എന്താണെന്ന് പറയാൻ പറ്റും. എക്സ് ഇൻറ്റു ടി ഓഫ് 1 0 പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റ സൈൻ തീറ്റ ഫസ്റ്റ് കോളം, ടി ഓഫ് 0 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ നമ്മളത് ഒരു മെട്രിക്സ് രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു കോസ് തീറ്റ സൈൻ തീറ്റ വൈ അല്ല, മെട്രിക്സ് ഫോമാറ്റിലാക്കി എഴുതാം. വൈ ഇൻറ്റു എന്നാലേ മനസ്സിലാവുള്ളൂ, മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇതൊരു മെട്രിക്സ് ഇക്വേഷൻ്റെ ഫോമാറ്റില്ല, നമുക്ക് ഇങ്ങനെ മെട്രിക്സ് രൂപത്തിൽ എഴുതാം. എടാ ഇങ്ങനെയൊന്നും ആലോചിക്കേണ്ട. നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ആ മെട്രിക്സ് ഉണ്ടല്ലോ അത് ഇൻറ്റു എക്സ് വൈ ആയിരിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ബി എഴുതുക, ടി ഓഫ് ബി എഴുതുക, ടി ഓഫ് എക്സ് വൈ എഴുതി കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. ശരി, ഇനി നമുക്ക് വേറൊരു ബേസിസ് എടുത്തിട്ട് അതിൻ്റെ മെട്രിക്സാണ് നമുക്ക് സിമിലർ ആണെന്ന് കാണിക്കേണ്ട. ഇ റേസ് ടു ഐ തീറ്റ 0 0 ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഐ തീറ്റ ഉണ്ടല്ലോ, അതൊന്ന് കാണിക്കണം. അതാണ് നമ്മുടെ ക്ലെയിം. അപ്പോൾ ആ ബേസിസ് ഇങ്ങനെ വേണം എടുക്കാൻ. എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തു എന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കാണിക്കേണ്ട കാര്യമില്ല. വലിയ എസ് എ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ കാണിച്ചേക്കും. എന്തായാലും നമ്മൾ ഈ ഒരു മെട്രിക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ബി ഡാഷ് ആയിട്ട് എടുക്കേണ്ടത് ഇതാണ് ബേസിസ്. വേറെയും ബേസിസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എന്തായാലും I1 I-1. ഓക്കെ, ഇതാദ്യം ബേസിസ് ആണെന്ന് പറയണമല്ലോ. നമ്മൾ 2 എലമെൻ്റ് ഉള്ളൊരു ബേസിസ് എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. I1 I-1 എടുത്തു എന്നിരുന്ന. ഓക്കെ, അതെന്തായാലും മൾട്ടിപ്പിൾ അല്ല, കാരണം I ഇൻറ്റു 1 ആണ്. 1 ഇൻറ്റു 1 അപ്പോൾ -1 കിട്ടില്ല. അപ്പോൾ ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാം, ഇതിൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ C2 ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് 2 ഈ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ബേസിസായി മാറും. ഓക്കെ, അത്രയേ ഉള്ളൂ. മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് ബി ഡാഷ് ബേസിസ് ഫോർ C2. ഇനി നമ്മൾ ക്ലെയിം ചെയ്യേണ്ടത് ബി ഡാഷിൻ്റെ മെട്രിക്സ് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള രണ്ടാമത്തെ മെട്രിക്സ് കിട്ടുമെന്നാണ് ക്ലെയിം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ 3 സ്റ്റെപ്പുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ഫോളോ ചെയ്യാം. എന്താണ് ആദ്യം പറഞ്ഞത്? ബേസിസ് എലമെൻറ്റ്സിൻ്റെ ഇമേജ് കാണണം. ടി ഓഫ് I1ൻ്റെയും ടി ഓഫ് I-1ൻ്റെയും ഇമേജുകൾ കാണണം. ടി ഓഫ് I1ൻ്റെ ഇമേജ് കാണാം. എന്താ വരിക? ടി ഓഫ് എക്സ് വൈ. അതിനാണ് ഡിഫൈൻ ചെയ്ത് വെക്കാൻ പറഞ്ഞത്. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എക്സ് വൈ. ഇവിടെ എക്സ് വൈയും ഐയും 1 ആണ്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. കോസ് തീറ്റ ഇൻറ്റു ഐ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. ഓക്കെ, സൈൻ തീറ്റ ഇൻറ്റു ഐ സൈൻ തീറ്റ പ്ലസ് 1 കോസ് തീറ്റ. അങ്ങനെ മെട്രിക്സ് ആക്കി കിട്ടി. ഇതാണ് ഇമേജ്. ശരിക്കും ഇവിടെ സ്റ്റെപ്പ് 2 കഴിഞ്ഞു.
സോറി സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഇനി ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പോകട്ടെ. ഇനിയാണ് അതാണ് ബാക്കി ചെയ്യാൻ പോകുന്നത്. എന്നാൽ നമുക്ക് അതിൻ്റെ കോർഡിനേറ്റ്സ് ഇവിടെ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ TI1ൻ്റെ ഇമേജ് ഇതാണ്. ഇനി അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുന്നത് പണി തന്നെയാണ്. ഓക്കെ, എന്തായാലും ചെയ്യാം. I ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയിൽ നിന്ന് ഞാൻ I പുറത്തേക്ക് എടുത്തു. അപ്പോൾ കോസ് തീറ്റയിൽ നിന്ന് I പോകുന്നു, മൈനസ് സൈൻ തീറ്റയിൽ നിന്ന് I പോകുന്നു. അപ്പോൾ ഞാൻ പ്ലസ് സൈൻ തീറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാലേ I² സൈൻ തീറ്റ അല്ലേ. അപ്പോൾ അതിനൊരു I പോന്നു കഴിഞ്ഞാൽ ഒരു Y ബാക്കി ഉണ്ടാവും. ഓക്കെ, അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും പുറത്തേക്ക് എടുത്തിട്ടില്ല. ഞാനൊന്ന് തല തിരിച്ച് എഴുതിയതേ ഉള്ളൂ. കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ. കാരണം നമുക്ക് e⁻I തീറ്റ ഏത് ഫോമാറ്റിലാണ് കിട്ടേണ്ടത്? ഫസ്റ്റ് കോളം e⁻I തീറ്റ ഇൻറ്റു 0 എന്ന് I തീറ്റ 0 എന്ന് വരുന്നത്. അതായത് e⁻I തീറ്റ ഇൻറ്റു α1 പ്ലസ് 0 ഇൻറ്റു α2. ഇതായിരിക്കണം e⁻I തീറ്റ ആയിരിക്കണം ഫസ്റ്റ് കോഫിഷ്യൻറ്റ്, 0 ആയിരിക്കണം സെക്കൻഡ് കോഫിഷ്യൻറ്റ്. എന്നാലേ നമുക്ക് ഫസ്റ്റ് കോളം ഇങ്ങനെ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് e⁻I തീറ്റ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ എവിടെയും കിട്ടും, താഴെയും കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ കിട്ടും. തല തിരിച്ചെഴുതിയാണ്. ഇനി ഇതെന്താണ്? e⁻I തീറ്റേൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ അത് e⁻I തീറ്റ കൊടുത്ത് താഴെ e⁻I തീറ്റ, രണ്ടിലും e⁻I തീറ്റ ഉള്ളതുകൊണ്ട് മെട്രിക്സിൻ്റെ പുറത്തേക്ക് എടുക്കുക e⁻I തീറ്റ ഇൻറ്റു ബാക്കി മെട്രിക്സിനകത്ത് ഉണ്ടാവുക I1 ആണ്. അപ്പോൾ TI1 നമുക്ക് കിട്ടിയത് e⁻I തീറ്റ I1 മെട്രിക്സ് ആക്കി എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും ഒരു കുഴപ്പമില്ല. e⁻I തീറ്റ ഇൻറ്റു I1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ബേസിസ് എലമെൻറ്റ് തന്നെയല്ലേ. എനിക്കിങ്ങനെ എഴുതാമല്ലോ, e⁻I തീറ്റ ഇൻറ്റു I1 പ്ലസ് 0 ഇൻറ്റു I-1. എന്തൊക്കെ കോഫിഷ്യൻസ് ആയിട്ട് വന്നത്? e⁻I തീറ്റ ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് കോഫിഷ്യൻറ്റ്, 0 സെക്കൻഡ് കോഫിഷ്യൻറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളം കിട്ടും e⁻I തീറ്റ 0. ഓക്കെ, TI1ൻ്റെ ഇമേജ് കണ്ടു, ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോളം കിട്ടി. അതുപോലെ TI- സെക്കൻഡ് ബേസിസ് എലമെൻറ്റ് എടുത്തു, ഇമേജ് കാണാം. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു XY, അതായത് I-1. ബ്രാക്കറ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. I കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ -1 ആയതുകൊണ്ട് പ്ലസ് സൈൻ തീറ്റയായി. I സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു -1 മൈനസ് കോസ് തീറ്റ. ഇവിടെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുള്ള I ആണ് ഇവിടെ. ഓക്കെ, നമുക്ക് കിട്ടേണ്ടതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം. നല്ല നമുക്കിനി കിട്ടേണ്ടത് സെക്കൻഡ് കോളാണ്. സെക്കൻഡ് കോളത്തിൻ്റെ ഫോമാറ്റ് എന്തായിരുന്നു? 0 e⁻I തീറ്റ ആണ്. അതായത് 0 ഇൻറ്റു α1 പ്ലസ് e⁻I തീറ്റ ഇൻറ്റു α2. ഓക്കെ, ആ രൂപത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ e⁻I തീറ്റ ആവും പുറത്തേക്ക് എടുക്കേണ്ടി വരിക. അതിന് വേണ്ടിയിട്ടാണ് I പുറത്തേക്ക് എടുത്തു. ഇവിടെ I പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കോസ് തീറ്റ അകത്ത് വരും. ഇവിടെ സൈൻ തീറ്റേൻ്റെ അവിടെ ഞാൻ -I എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്ലസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -I² ആണ്. ഇതൊന്നൊരു I പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ -I സൈൻ തീറ്റയാണ് അകത്തുണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിവിടെ 1 സൈൻ തീറ്റ എന്നുള്ളതിന് പകരം -I² എന്നാണ് എഴുതിയെന്നുണ്ടെങ്കിൽ ഒരു I പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ -I സൈൻ തീറ്റ ആവില്ലേ. അതുപോലെ താഴെ നിന്ന് ഞാൻ പുറത്തേക്ക് എടുത്തത് -1 ആണ്. ഓക്കെ, അപ്പോൾ ഏത് ഫോമാറ്റ് ആവും? കോസ് തീറ്റ -1 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അതെ Iയിൽ നിന്ന് -1 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ I² എന്ന് പറഞ്ഞാൽ -1 ആണ് അല്ലേ? വേണ്ട, അങ്ങനെ ആലോചിക്കണ്ട. എന്തായാലും -1 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മൈനസ് കോസ് തീറ്റ എന്ന് -1 സുഖമായിട്ട് പുറത്തേക്ക് എടുക്കാം, കോസ് തീറ്റയായി മാറും. ഇവിടെ നിന്ന് I പുറത്തേക്ക് എടുക്കുമ്പോഴാവും Iയിൽ നിന്ന് I/-1 ആവും. I/-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I/I² അല്ലേ? ഓക്കെ, 1/I വരും. 1/I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -I. എങ്ങനെ വേണമെങ്കിലും എടുത്താലും കുഴപ്പമില്ല. വേണമെങ്കിൽ മേലെയും താഴെയും ഓരോ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്ക്, എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തായാലും -I എന്നാണ് കിട്ടുക. I സൈൻ തീറ്റയിൽ നിന്ന് -1 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ -I സൈൻ തീറ്റ എന്ന് വരും. ഇപ്പോൾ കോസ് തീറ്റ -I സൈൻ തീറ്റ മുകളിലുണ്ട്, കോസ് തീറ്റ -I സൈൻ തീറ്റ താഴെയുണ്ട്. അതെന്താണെന്ന് ചെയ്ത് നോക്കിക്കോ. കോസ് തീറ്റ -I സൈൻ തീറ്റ എന്നുള്ളത് ഞാൻ എവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എഴുതിയതാണ്. എന്തായാലും കോസ് തീറ്റ -I സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റേനെ കോസ് മൈനസ് തീറ്റ എന്ന് എഴുതാം, പ്ലസ് I ഇൻറ്റു സൈൻ ഓഫ് മൈനസ് തീറ്റ, മൈനസ് സൈൻ തീറ്റ ആണല്ലോ. അപ്പോൾ ഈ മൈനസിനെ നമുക്ക് സൈൻ ഓഫ് മൈനസ് തീറ്റ ആക്കി എഴുതാം. ഇതിപ്പോൾ കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ എന്നുള്ള ഫോമാറ്റിലായി. തീറ്റ അല്ല മൈനസ് തീറ്റ ആയതുകൊണ്ട് ഞാൻ e⁻I മൈനസ് തീറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻I തീറ്റയും, കോസ് തീറ്റ -I സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ e⁻I തീറ്റയാണ്. അപ്പോൾ എനിക്ക് ഈ കോസ് തീറ്റ -I സൈൻ തീറ്റയ്ക്ക് പകരം e⁻I തീറ്റ എന്ന് എഴുതാമല്ലോ. താഴെ മേലെ എഴുതാം. e⁻I തീറ്റ പുറത്തേക്ക് എടുക്കാം.
ഐ -1 ഉള്ളിൽ വരും. എന്താ എനിക്കിപ്പോൾ കിട്ടിയത്? ടി ഓഫ് ഐ -1 ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് e⁻⁻i θ i -1 ആണ്. ഓക്കെ, ലീനിയർ കോമ്പിനേഷൻ ഓഫ് ബേസിസ് എലമെൻറ്റ്സ് ആയിട്ട് എഴുതാം. 0 × i1 പ്ലസ് e⁻⁻i θ i -1 ഇങ്ങനെ കിട്ടുമല്ലോ. ഇതാണ് ബേസിസ് എലമെൻറ്റ്സ്. ഇതും ഫസ്റ്റത്തേന് 0 കൊടുത്താൽ പോരെ. ഇതല്ലേ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കോളം നമുക്ക് ഫിക്സ് ചെയ്യാമല്ലോ. 0 e⁻⁻i θ. അതായത് ഫസ്റ്റ് കോളം നമുക്ക് ഇവിടെ കിട്ടി, സെക്കൻഡ് കോളം ഇവിടെയും കിട്ടി. ബേസിസ് എഴുതാം, മെട്രിക്സ് എഴുതാം. ടി ഓഫ് ബി ഡാഷ് പറഞ്ഞാൽ e⁻⁻i θ 0 0 e⁻⁻i θ. ഓക്കെ, അപ്പോൾ കൺക്ലൂഷനായി തിയറം 14 പ്രകാരം എന്താ പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനെ രണ്ട് ബേസ് എലമെൻറ്റ്സ് എടുത്തിട്ട് നമ്മൾ മെട്രിക്സുകൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടി ഓഫ് ബിയും ടി ഓഫ് ബി ഡാഷും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദർ ഇസ് ആൻ ഇൻവേർട്ടിബിൾ മെട്രിക്സ് പി സച്ച് ദാറ്റ് ടി ബി ഡാഷ് ഈക്വൽ ടു പി ഇൻവേഴ്സ് ടി ബി പി. അതായത് ഈ രണ്ട് മെട്രിക്സും സിമിലർ ആവുന്നതാണ് അതിൻ്റെ മീനിങ്. ടി ബി ഡാഷ് ആൻഡ് ടി ബി ആർ സിമിലർ. ഇവിടെ നമ്മൾ ടി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റയും, ടി ബി ഡാഷ് പറഞ്ഞു കഴിഞ്ഞാൽ e⁻⁻i θ 0 0 e⁻⁻i θ ആയിരുന്നു. therefore they are similar. ഇത്ര എഴുതിയാൽ മതി. പ്രൂഫ് അല്ലെങ്കിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഇതുവരെ മതിയാവും. ഇനി എന്തുകൊണ്ട് ഈ ബി ഡാഷ് ഇങ്ങനെ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എസ് എ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ബി ഡാഷ് എന്തുകൊണ്ട് അത് വന്നതാണ്ടോ കാണിക്കാൻ പോകുന്നത്. ബി ഡാഷ് α1 α2 പറഞ്ഞിട്ട് രണ്ട് എലമെൻറ്റ്സ് ആണെന്ന് കരുതാം. നമ്മൾ R2 അല്ലെങ്കിൽ C2 വേണമല്ലോ എടുക്കാൻ. α1 പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ടാവും, α2 ഉണ്ട്. ഞാൻ α1 x1 y1 α2 x2 y2 ആണെന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ, x1 y1 x2 y2 ആണെന്ന് എടുത്തു. ഇനി നമുക്ക് x1 y1 x2 y2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ α1 α2 എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് കിട്ടേണ്ട ടി ബി ഡാഷ് ഇതാണ്, ഇങ്ങനെ വരണം അല്ലേ. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെ ഈ മെട്രിക്സ് എഴുതാമെന്നാണ് പറഞ്ഞത്? ആദ്യം T⁴1 കണ്ടിട്ട് അതിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാം. അപ്പോൾ ഫസ്റ്റ് കോളം കിട്ടും. അടുത്ത T⁴2 കണ്ടിട്ട് അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ സെക്കൻഡ് കോളം കിട്ടും. അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്? അതായത് T⁴1 കാണുമ്പോൾ കോഎഫിഷ്യൻസ് e⁻⁻i θയും 0യും ആയിരിക്കണം. T⁴2 കാണുമ്പോൾ കോഎഫിഷ്യൻസ് 0യും e⁻⁻i θ ആയിരിക്കണം. എന്നാലല്ലേ മെട്രിക്സ് അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ മെട്രിക്സ് ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ α1 α2 എടുക്കണം എന്നാട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ T⁴1 കാണുമ്പോൾ കോഎഫിഷ്യൻസ് ഇത് രണ്ടും ആയാലേ ഫസ്റ്റ് കോളം അങ്ങനെ വരുള്ളൂ. T⁴2 കാണുമ്പോൾ കോഎഫിഷ്യൻസ് ഇങ്ങനെ വന്നാലേ സെക്കൻഡ് കോളം കിട്ടുള്ളൂ. സോ ആ ഒരു ക്ലൂ വെച്ചിട്ടാണ് പോകുന്നത്. ഞാൻ ഫസ്റ്റ് 1 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാണ് കേട്ടോ, ഫ്രം 1. അപ്പോൾ ഞാൻ 1 2 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. 1 എന്ന ഇക്വേഷനിൽ നിന്ന് എനിക്ക് T⁴1 ആദ്യം നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, e⁻⁻i θ അതും സെപ്പറേറ്റ് ചെയ്യാം. രണ്ട് ഈക്വൽ ആവണമെന്നല്ലേ കണ്ടീഷൻ. അപ്പോൾ T⁴1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റ സൈൻ തീറ്റ, അത് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഓൾറെഡി ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ α1 എങ്ങനെ എടുത്തിട്ടുള്ളത് x1 y1. അപ്പോൾ മെട്രിക്സ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു x1 y1 ഈക്വൽ ടു e⁻⁻i θ ഇൻറ്റു α1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 y1 പ്ലസ് 0 ഇൻറ്റു α2 പറഞ്ഞു കഴിഞ്ഞാൽ x2 y2. ജസ്റ്റ് ആ 1 എന്ന ഇക്വേഷനിൽ α1 α2 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ടി അപ്ലൈ ചെയ്തു. നമുക്ക് ഈ x1 y1 ഒക്കെ വെച്ച് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താണ് കേട്ടോ അത്. ഞാൻ അതൊന്നും ഇനി വായിക്കുന്നില്ല. x1 y1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ e⁻⁻i θ ഇൻറ്റു x1 പ്ലസ് 0 ഇൻറ്റു x2 അത് ആഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇത് 0 ആയി പോകും മൊത്തം. അപ്പോൾ e⁻⁻i θ ഇൻറ്റു x1 e⁻⁻i θ ഇൻറ്റു y1 വരും ഇവിടെ. നമുക്കിത് ഇക്വേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ e⁻⁻i θയ്ക്ക് പകരം കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ അത് e⁻⁻i θയ്ക്ക് പകരം കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഈ എലമെൻറ്റും ഈക്വൽ ആവണം, ഈ എലമെൻറ്റും ഈക്വൽ ആവണം. ഓക്കെ, അപ്പോൾ x1 കോസ് തീറ്റ മൈനസ് y1 സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എലമെൻറ്റ് ഏതാ? x1 കോസ് തീറ്റ പ്ലസ് ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് i(x1 സൈൻ തീറ്റ). ഓക്കെ, ഇവിടെ നോക്കി നോക്ക്. ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തേന്ന് എഴുതാം, x1 സൈൻ തീറ്റ പ്ലസ് y1 കോസ് തീറ്റ ഈക്വൽ ടു y1 കോസ് തീറ്റ പ്ലസ് y1 സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് ഉള്ള ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 കോസ് തീറ്റ ഇവിടെ ഉണ്ട്, രണ്ടിടത്തും സെയിം ആണ്, അത് കാര്യമില്ല. ഇവിടെ ഉണ്ട് ഒരു മൈനസ് y1 സൈൻ തീറ്റയും i(x1 സൈൻ തീറ്റയും. അപ്പോൾ അത് ഈക്വൽ ആവണ്ടേ, എന്നാലല്ലേ ഈക്വൽ ആവുള്ളൂ. അപ്പോൾ അതിനൊരു ക്ലൂ നമുക്ക് കിട്ടും. എന്താ കിട്ടുക? i(x1 ഈക്വൽ ടു മൈനസ് y1. ഇങ്ങനൊരു ഹിൻറ്റ് നമുക്ക് കിട്ടും. താഴത്തേന്ന് വല്ല ക്ലൂവും കിട്ടുമോ നോക്കി നോക്കാം. സെയിം ആയിട്ടുള്ള നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. y1 കോസ് തീറ്റയും y1 അതുകൊണ്ട് കാര്യമില്ലല്ലോ. x1 സൈൻ തീറ്റ i1 സൈൻ തീറ്റയും x1 സൈൻ തീറ്റയും. അവിടെ നമുക്കൊരു കാര്യം കിട്ടും, i1 ഈക്വൽ ടു x1 എന്നുള്ളത്. എടാ ഇത് രണ്ടും സെയിം ആണെന്ന് മനസ്സിലാവാൻ എന്ത് ചെയ്താൽ മതി അറിയുമോ? ഇവിടെ ഒരു i കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷൻ i കൊണ്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താ വരും? i ഇൻറ്റു i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -y
-y1 ഈക്വൽ ടു ix1 രണ്ട് സെയിം ആണ്, ബോത്ത് ആർ സെയിം. പക്ഷേ നമുക്ക് ഒരു കാര്യം, ഒരു ഹിൻറ്റ് കിട്ടുന്നത് x1/y1, ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് x1/y1 കണ്ടു കഴിഞ്ഞാൽ ഈ y1 ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ വരിക, x1/y1 ഈക്വൽ ടു i എന്ന് കിട്ടും. അതായത് നിങ്ങൾ എടുക്കുന്ന x1ഉം y1ഉം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ i കിട്ടണം. അങ്ങനത്തെ ഏത് x1ഉം y1ഉം കൊടുക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എടുക്കാവുന്ന കാര്യം x1ന് i കൊടുക്കുക, y1ന് 1 കൊടുക്കുക. സോ ഞാൻ എടുക്കുന്നത് ഇത് x1ന് 2i എന്നും y1ന് 2 എന്നും കൊടുത്താലും ഇതേ ആൻസർ കിട്ടും. അപ്പോൾ i ആയിട്ട് x1ഉം y1 ആയിട്ട് 1 കൊടുത്തു. α1 എനിക്ക് കിട്ടിയല്ലോ, i1 എന്ന്. ഇതേപോലെ α2 കാണാം. നമ്മളിപ്പോൾ ചെയ്ത വഴിക്ക് തന്നെ ടി ഓഫ് α2 ഈക്വൽ, അതായത് രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക. ടി ഓഫ് α2 ഈക്വൽ ടു അതിൽ ടി അപ്ലൈ ചെയ്യുക. അതെ, അപ്ലൈ ചെയ്തിട്ടുണ്ട്. α2 ആണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. ടി α2 ഈക്വൽ ടു 0 × α1 പ്ലസ് e റേസ് ടു -i θ × α2. α1 α2 ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്തു, ഇവിടെയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി നോക്കും. പിന്നെ e റേസ് ടു -i θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ റിവേഴ്സ് ഓർഡറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. e റേസ് ടു -i θ എന്ന് പറഞ്ഞാൽ cos θ - i sin θ ആണ്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ix2 ഈക്വൽ ടു y2 എന്നായിരിക്കും. അതിൽ നിന്ന് x2/y2 അല്ലെങ്കിൽ y2/x2, രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ y2 ഈക്വൽ ടു x2, ഇത് രണ്ടും സെയിം ആണ്, ഒരേപോലെ തന്നെയാണ്. അപ്പോൾ x2/y2, y2നെ കൊണ്ട് കൊണ്ടുവരാം. x2/y2 ഈക്വൽ ടു ഇവിടെ -i എന്നാണ് കിട്ടുക. അപ്പോൾ -i കിട്ടാനുള്ള വഴി എന്താ, x2ന് i ആയിട്ടും y2ന് -1 ആയിട്ട് കൊടുക്കുക. തിരിച്ചു കൊടുക്കുക കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, പക്ഷേ ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ എടുത്തു എന്നുള്ളതാണ് ഞാൻ കാണിച്ചത്. x2/y2 ഈക്വൽ ടു -i ആവുന്ന ഏത് x2/y2 കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത x2/y2 i -1 ആണ്. ഇങ്ങനെയാണ് ബേസ് എലമെൻറ്റ്സ് ആ രീതിയിൽ രണ്ടെണ്ണം വന്നത്. ഓക്കെ.